1990-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് ജയറാമിന്റെ തൂവൽ സ്പർശമാണ്. കമലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 9ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം കളിക്കളമാണ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചത് എസ് എൻ സ്വാമിയായിരുന്നു. അർത്ഥം നേടിയ വലിയ വിജയത്തിന് ശേഷം തിയേറ്ററിലെത്തിയ സത്യനന്ദിക്കാട് മമ്മൂട്ടി ടീം ചിത്രമായിരുന്നു കളിക്കളം. 8ാം സ്ഥാനത്തുള്ളത് 90-ലെ മമ്മൂട്ടിയുടെ മറ്റൊരു വിജയ ചിത്രം ടി എസ് സുരേഷ് ബാബു അണിയിച്ചൊരുക്കിയ കോട്ടയം കുഞ്ഞച്ചനായിരുന്നു. ഡെന്നിസ് ജോസഫായിരുന്നു തിരക്കഥയൊരുക്കിയത്. 90-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 7ാം സ്ഥാനത്തുള്ളത് സത്യനന്ദിക്കാടിന്റെ തലയണ മന്ത്രമാണ്. ശ്രീനിവാസൻ നായകനായ ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി. 6ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ലാൽ സലാമാണ്. വേണു നാഗവള്ളിയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. 5ാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ മമ്മൂട്ടി ചിത്രമായ നമ്പർ 20 മദ്രാസ് മെയിലാണ്. 90-ൽ വലിയ കളക്ഷൻ നേടിയെങ്കിലും വലിയ ബഡ്ജറ്റിലെത്തിയ ഈ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസിൽ ഒതുങ്ങുകയായിരുന്നു ബോക്സ് ഓഫീസിൽ. 90-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതിൽ 4ാം സ്ഥാനത്തുള്ളത് സിദ്ദിഖ് ലാൽ ടീമിന്റെ ഇൻ ഹരിഹർ നഗറാണ്. മുകേഷും സിദ്ദിഖും അശോകനും ജഗദീഷും പ്രധാന കഥാപാത്രങ്ങളായെത്തി കോമഡിക്ക് പ്രാധാന്യം നൽകിയ ഈ ചിത്രം വലിയ രീതിയിൽ ട്രെൻഡായി മാറി. 90-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ ചിത്രം തമ്പി കണ്ണന്താനത്തിന്റെ മോഹൻലാൽ ചിത്രം ഇന്ദ്രജാലമായിരുന്നു. വലിയ ബഡ്ജറ്റിലും വലിയ ഹൈപ്പിലും തിയേറ്ററിലെത്തിയ ഈ മോഹൻലാൽ ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. 90-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളതും ഒരു മോഹൻലാൽ ചിത്രമാണ്. വേണു നാഗവള്ളി മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ എയ് ഓട്ടവും. ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത നേടിയിരുന്നു. 1990-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ഹിസ് ഹൈനസ് അബ്ദുള്ളയായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി സിബി മലയിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ലോഹിതദാസ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം നിർമ്മിച്ചത് മോഹൻലാലായിരുന്നു.